ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വൈശാഖമാസം ആരംഭം, വ്യാഴാഴ്ച. വൈശാഖമാസം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്. ലക്ഷ്മി സമേതനായി വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തന്മാരെടുത്ത് കാണാൻ വരുന്ന ദിവസമാണ്. എന്നാണ് സങ്കല്പം. അപ്പം ഞാനും ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടോ. ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജീൻ്റെ നിറകൂടാണ്. അവിടെ ചെന്നാൽ നമുക്ക് എന്തൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ. അപ്പോൾ നെയ്വിളക്ക് ഷീട്ടാക്കി, പിന്നെ 4 പേരുടെയും പേരിൽ പുഷ്പാഞ്ജലി ഷീട്ടാക്കി, അങ്ങനെ അതൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് 4 അമ്പലം ചുറ്റി. അപ്പോൾ നമ്മളെ പശുക്കിടാങ്ങളെ കണ്ടു. ഒരു വെള്ള അമ്മയും അതിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പശുക്കളെ പോറ്റുന്നവരായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചേട്ടാ ഹരിയാനയിൽ പോകുന്നുണ്ട് ഒന്നുകൂടി പശുക്കളെ എടുക്കാൻ വേണ്ടിയിട്ട്, A2 മിൽക്കിൻ്റെ. അപ്പോൾ അങ്ങനെ അതിന് കുറിയൊക്കെ അമ്മയ്ക്കും മോനും ഒക്കെ കുറി തൊട്ട് കൊടുത്തു. കുറേ അമ്മമാർ സഹസ്രനാമവും ഒക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു. ഇവിടെ അങ്ങനെ വരാറില്ല. ഞാൻ അധികവും തളിയമ്പലത്തിലാണ് പോവാറ്. എനിക്ക് ഷോപ്പിനടുത്തായ ദൂരത്തിലാണ് അധികവും പോവാറ്. പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാ ദൈവങ്ങളും ഒരേപോലെ, എല്ലാം ആകെ ഒരേ ഒരു പരമാത്മാവേ ഉള്ളൂ. പല മതസ്ഥർ പല പേരുകളിൽ പല രൂപത്തിൽ ഇങ്ങനെ ആരാധിക്കുന്നു. എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ആത്മാക്കൾക്കൊക്കെ ഒരേ ഒരു പരമാത്മാവേ ഉള്ളൂ. അപ്പം എല്ലാം ഒന്ന് തന്നെ. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അവനവൻ നന്നാവും. അങ്ങനെ ഓരോരുത്തരും അവനവനെ തന്നെ നന്നാക്കിയാൽ സമൂഹം തന്നെ നന്നാവും. ഈ അമ്പലത്തിന് പുറത്തായിട്ട് ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെയും ഉണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ദുർഗാദേവീൻ്റെയും ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. ദുർഗ എന്ന് പറയുമ്പോൾ പാർവതി, ലക്ഷ്മി, സരസ്വതി ഈ 3 ആളുടെയും ശക്തികൾ മൊത്തം ഉള്ളത് ദുർഗാദേവിക്ക് കൊടുത്തതാണല്ലോ. അങ്ങനെയാണല്ലോ സിംഹാരൂഢസ്ഥയായിരിക്കുന്ന ദുർഗാദേവി. നമ്മൾ കേട്ടിട്ടില്ലേ, ലക്ഷ്മി ഉള്ളിടത്ത് സരസ്വതി ഉണ്ടാവില്ല, ധനം ഉള്ളിടത്ത് വിദ്യ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചുള്ള ഇത് കിട്ടുന്നൊരു ക്ഷേത്രമാണ് നമ്മളെ മൂകാംബിക. മൂകാംബികയെ പോകാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഗുരുവായൂർ പോകണം ഈ മാസം. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ അമ്പലത്തിന്ന് താഴെ ഇറങ്ങിയാലാണ് അമ്പലക്കുളം ഉള്ളത് കേട്ടോ. അപ്പോൾ അമ്പലക്കുളം നല്ല എല്ലാവരും നീന്തൽ പഠിക്കാനൊക്കെ, എൻ്റെ മോനൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി വന്ന് നീന്തി പഠിച്ചിട്ടുണ്ട്, നീന്തിയിട്ടുണ്ടാവും. പഠിച്ചത് ചെറുപ്പത്തിലേ മാവൂരിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള കുളം കേട്ടോ. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ നല്ല വൃത്തിയായിട്ട് ആ കുളം സൂക്ഷിക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, പാലിക്കേണ്ട ചിട്ടകളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു, മക്കളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല വൃത്തിയുള്ള കുളം കണ്ടപ്പോൾ മുങ്ങി കുളിക്കാൻ തോന്നും. പക്ഷെ സ്ത്രീകളാരും അവിടെ നിന്ന് കുളിക്കുന്നൊന്നും കണ്ടില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വന്നൊന്ന് ആരെങ്കിലും കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുളിക്കായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കുളം കേട്ടോ. എന്ത് സുഖമായിരിക്കില്ല ഈ വേനലിൽ ഇങ്ങനെ നീന്തി കളിക്കാൻ, നല്ല സുഖമായിരിക്കും. അങ്ങനെ ഞാൻ അവിടുന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു ആൻറ്റി ഉണ്ടായിരുന്നു, മീരാൻറ്റിനെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ എനിക്ക് പോകാനേ പറ്റാറില്ല. വീട് ഷോപ്പ് നോക്കിയിട്ട്. പിന്നെ അപ്പം ഞാൻ മീരാൻറ്റീനെ ഒന്ന് കണ്ടു. ഇതാണ് കേട്ടോ മീരാൻറ്റി മകൻ്റെ കൂടെ ഓസ്ട്രേലിയയിലൊക്കെ ആയിരുന്നു. കൊറോണ സമയത്ത് അവിടെ ആയിപ്പോയി. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ആൻറ്റി വിളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവരൊന്ന് കാണാൻ പോലും പറ്റിയില്ല. സായി ഭക്തയാണ് നല്ല. അപ്പം വ്യാഴാഴ്ച പ്രസാദമൊക്കെ എന്നെ കണ്ടപ്പോൾ സന്തോഷമായി. കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ.